ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിൽസ് ക്ലോത്തിയർ. ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എവർഗ്രീൻ ആയിട്ടുള്ള കുറച്ച് കാത്ത ഫാബ്രിക്സ് ആണ്. എല്ലാം തന്നെ നല്ല വൈബ്രൻറ്റ് കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കിങ് സൈസിൽ കോട്ടൺ ബെഡ്ഷീറ്റ്സ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ ലൈറ്റ് ഷെയ്ഡഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം കളർ കോമ്പിനേഷൻ ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ നമുക്ക് ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫാബ്രിക്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. നമ്മുടെ ആദ്യത്തെ കാത്ത ഫാബ്രിക്സ് വരുന്നത് ഇങ്ങനെയാണ്. ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിലുള്ളൊരു ബേസ് ഫാബ്രിക് ആണ്. അതിലോട്ട് മെറൂൺ ഷെയ്ഡിലും മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലും ഉള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത് 44 ഇഞ്ച് വിഡ്ത്തുള്ള ഫാബ്രിക് ആണ്. 130 rupees per meter. നമ്മുടെ അടുത്ത് വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലുള്ളൊരു ഫാബ്രിക് ആണ്. അതിലോട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതും വിഡ്ത്ത് 44 ഇഞ്ചസ് ആണ്. 130 rupees per meter. ഇല്ലേ, നെക്സ്റ്റ് ഫാബ്രിക് വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. നേവി ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് കളർ ഫ്ലവേഴ്സിൻ ആണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫാബ്രിക്കിൻ്റെ കൂടെ ഇതും 44 ഇഞ്ചസ് ആണ്. 130 rupees per meter ആണ്. ഇതിന് ബോട്ടമായിട്ട് നമുക്ക് ഈ ഫാബ്രിക് വേണേൽ കമ്പൈൻ ചെയ്യാം. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. സ്ട്രൈപ്പ് ഡിസൈൻ വരുന്നുണ്ട്. അടുത്ത് വരുന്നത് ഒരു ബേജ് ഷെയ്ഡിലുള്ളൊരു ഫാബ്രിക് ആണ്. അതിലോട്ട് മെറൂൺ കളർ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതും 44 ഇഞ്ചസ് വിഡ്ത്ത്, 130 rupees per meter. അടുത്തത് വരുന്നതും ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ മെറൂൺ കളർ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത് 44 ഇഞ്ച്, 130 per meter. കാണിച്ചോ? അടുത്ത് വരുന്ന ഒരു മസ്റ്റേർഡ് യെല്ലോ കളറാണ്. ബേസ് ഫാബ്രിക്കിൻ്റെ കളറാണ് മസ്റ്റേർഡ് യെല്ലോ. അതിലോട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. സൂം ഔട്ട് ചെയ്ത് നമ്മുടെ അടുത്ത് വരുന്ന ഫാബ്രിക്സ് നല്ലൊരു റെഡ് ഷെയ്ഡാണ് ബേസ് ഫാബ്രിക്. അതിലോട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ഡിസൈൻ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സാപ്പ് ഗ്രീൻ കളർ ലീവ്സ് ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു റെഡ് ഷെയ്ഡാണിത്. ഇതിനു വേണ്ടി കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സ്ട്രൈപ്പ് ഡിസൈൻ ബോട്ടമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലെ ഈ ഫ്ലവേഴ്സിൻ്റെ ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഇതിലെ സ്ട്രൈപ്പ് ഡിസൈനിലെ ലൈറ്റ് പിങ്ക് ഷെയ്ഡും തമ്മിൽ കമ്പൈൻ ആകുന്നുണ്ട്. എടുക്കാം. അടുത്ത് വരുന്നൊരു
പീകോക്ക് ബ്ലൂ, ലൈറ്റ് പീകോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ഇങ്ങനെ തിരിച്ച് കാണിക്കാം. ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഇതും 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 130 rupees per meter ആണ് വരുന്നത്. ബേസ് ഫാബ്രിക് ഒരു ഓഫ് വൈറ്റ് ആണ്, അതിലോട്ടാണ് പീകോക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള ഡിസൈൻ വന്നിരിക്കുന്നത്. അടുത്ത് വരുന്നൊരു ലൈറ്റ് കളർ ലൈം ഷെയ്ഡാണ്, ലൈം ഗ്രീന്. നല്ലൊരു ഷെയ്ഡാണിത്. സിഗ്സാഗ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഓഫ് വൈറ്റ് ആൻഡ് ഗ്രീനിലുള്ള സിഗ്സാഗ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അടുത്ത വരുന്നൊരു സഫയർ ഗ്രീൻ ഷെയ്ഡാണ് ബേസ് ഫാബ്രിക്. അതിലോട്ട് മൾട്ടി കളറിലുള്ളൊരു ഫ്ലവേഴ്സും ബെറീസും ഒക്കെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ ബോട്ടമായിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടി സ്ട്രൈപ്പ് ഡിസൈൻ. അടുത്തത് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡിലാണ്. ഗ്രേ ഷെയ്ഡിൽ ബ്രൗൺ കളർ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിന് ബോട്ടമായിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടി സെയിം ഷെയ്ഡിലുള്ളൊരു ഡിസൈൻ. ഡയഗണൽ ചെക്സ് ആണ് വന്നിരിക്കുന്നത്. സെയിം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസും 130 rupees per meter, 44 inch വിഡ്ത്താണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ളൊരു മൾട്ടി കളർ സ്ട്രൈപ്പ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇതും 44 inches വിഡ്ത്താണുള്ളത്. നമുക്ക് ബോട്ടം ഫാബ്രിക്കായിട്ട് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇവിടെ അടുത്ത് വരുന്നത് ഒരു ബ്ലാക്ക് കളർ ബേസ് ഫാബ്രിക്കിൽ മെറൂൺ ഷെയ്ഡിൽ ഡയഗണൽ ഡിസൈൻസ് ആണ്, ഡയഗണൽ ചെക്സ് എന്ന് വേണേൽ പറയാം, പ്ലസ് ഡോട്ടഡ് ഡിസൈൻസും കൂടി വരുന്നുണ്ട്. അതിൽ ടോപ്പ് ഓർ ബോട്ടം ഫാബ്രിക് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്കിത്. ഇത് 44 inch വിഡ്ത്ത്, 130 rupees per meter. നമുക്ക് അടുത്ത് വരുന്നത് ഒരു ക്രീം കളർ ബേസ് ഫാബ്രിക്കയിലോട്ട് ലീഫ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു പീകോക്ക് ബ്ലൂ, ഡാർക്ക് പീകോക്ക് ബ്ലൂ ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഷെയ്ഡിൽ വരുന്ന ലീഫ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ എന്താ പറയുക, പാരലലായിട്ടാണ് ഡിസൈൻ റൺ ആവുന്നത്. നമുക്ക് അടുത്ത് വരുന്ന ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് പിസ്ത ബ്ലൂ ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം, പിസ്ത ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വെറൈറ്റി ഷെയ്ഡാണ്. ആ ഷെയ്ഡിലോട്ട് ഒരു ലൈറ്റ് പിങ്കിഷ് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ ഫ്ലോറൽ മോട്ടീവ്സ് ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഷെയ്ഡാണിത്. ഇതും 44 inch വിഡ്ത്തുള്ള ഫാബ്രിക്കാണ്, 130 per meter. ഇനി അടുത്ത് വരുന്നതും ബേസ് ഫാബ്രിക് ഒരു ക്രീം കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിലോട്ട് ഡാർക്ക് കളർ മസ്റ്റേർഡ് യെല്ലോ, ഡാർക്ക് ഷെയ്ഡ്, മസ്റ്റേർഡ് യെല്ലോയുടെ ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്, ഡിസൈൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡിസൈൻ റൺ ആവുന്നത്. ഇത്രയാണ് ഇന്നത്തെ കാത്ത ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ്. ഇതെല്ലാം അപ്പോൾ കാത്ത ഫാബ്രിക്സ് എല്ലാം 44 inch വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. 130 rupees per meter ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക്
ബെഡ്ഷീറ്റ്സിലോട്ട് കിടക്കാം. അപ്പം ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ കിങ് സൈസ് ബെഡ്ഷീറ്റ്സ് ആണ് വരുന്നത്. കിങ് സൈസ് ബെഡ്ഷീറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100x110 ഇഞ്ചസ് ആണ് വരുന്നത്. പിന്നെ എല്ലാം തന്നെ ബോർഡേഡ് ബെഡ്ഷീറ്റ്സ് ആണ്. അതായത് എല്ലാ 4 ബെഡ്ഷീറ്റിൻ്റെ 4 സൈഡിലും ബോർഡേഴ്സായിട്ട് അതായത് സെൻറ്റർ പോർഷനിൽ വരുന്ന ഡിസൈനിന് കമ്പൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ബോർഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 4 സൈഡിലും ഈ ബോർഡേഴ്സ് ഉണ്ട്. ഇതിൻ്റെ കൂടെ 2 പില്ലോ കവേഴ്സ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ ബെഡ്ഷീറ്റ്സിൻ്റെയും പാറ്റേൺ ഈ രീതിയിൽ തന്നെ ആയിരിക്കുമേ. അപ്പോൾ ആദ്യത്തെ ബെഡ്ഷീറ്റ് ഒരു ഗ്രേയിഷ് ബ്ലൂ ടോണിൽ വന്നിരിക്കുന്നതാണ്. അതിൽ പോൾക്ക ഡിസൈൻസ് ആണ്, വൈറ്റ് ബോർഡർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫാബ്രിക് ഡക്ക് ഫാബ്രിക് എന്ന് പറയും, ഇല്ലെങ്കിൽ ക്യാൻവാസ് ഫാബ്രിക് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല തിക്നെസ് ഉള്ളൊരു ഫാബ്രിക്കാണ്. അപ്പോൾ നമ്മൾ ബെഡിലൊക്കെ വിരിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കിടന്നോളും. ചുളുക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് വൈറ്റ് വിത്ത് ഗ്രേ ആണ്. ഡാർക്ക് ഗ്രേ, ഗ്രീനിഷ് ഗ്രേ എന്ന് വേണേൽ പറയാം. കാണിച്ചോ? ഇതിൻ്റെ പ്രൈസ് വരുന്നത് 880 ആട്ടോ. ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു വൈറ്റേൽ നല്ല ഫ്ലോറൽ ഡിസൈന്, ബട്ടർഫ്ലൈ ഡിസൈന്, ഡേസി ഡിസൈൻസ് ഒക്കെ, ഡേസി ഫ്ലവേഴ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ബോർഡർ ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഗോൾഡനിൽ സ്ക്വയർ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ ബോർഡേഴ്സ് എല്ലാം തന്നെ നമ്മുടെ മെയിൻ സെൻറ്റർ പീസിന് മാച്ചിങ് ആയ രീതിയിലുള്ള ഒരു ഷെയ്ഡ്സ് ആണ് വെച്ചിരിക്കുന്നത്. എടുത്തോ. അടുത്ത വരുന്നത് ഒരു വൈറ്റേൽ യെല്ലോ ബോർഡേഴ്സ് ആണ്. ഡിസൈൻ ഇച്ചിരി തുറന്ന് കാണിക്കാം. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ ഇതുപോലെ തന്നെ ബാക്കി സൈഡിലും കൂടി ഡിസൈൻ, ബാക്കി പാർട്സിലും കൂടി ഡിസൈൻ റൺ ആവുന്നുണ്ട്. പില്ലോ കവേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്, വൈറ്റ്. നമുക്ക് എല്ലാ ബെഡ്ഷീറ്റിനും ഒരു 3 to 4 പീസസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം കോപ്പീസ്. ചെറിയ റൈറ്റിങ്സും ഉണ്ട്, ലീവ്സ് ഒക്കെ ഉണ്ട് ഇതിൽ. ഇത് ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ്, മെയിൻ ഷെയ്ഡ്. ഒരു തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ്. ഒരു തവണ സോൾഡ് ഔട്ട് ആയൊരു ബെഡ്ഷീറ്റ് ആയിരുന്നു ഇത്. കിഡ്സിൻ്റെ റൂമിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. കിഡ്സിനെ യൂസ് ചെയ്യാൻ, പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും ഇല്ല ഫങ്ഷനൊക്കെ ആണെങ്കിലും ഡൾ ഷെയ്ഡ് എന്നുള്ളതല്ല, പേസ്റ്റൽ ഷെയ്ഡ്സ് എലഗൻ ലുക്ക് വരുന്നത് എല്ലാത്തിനും. ഇത് വൈറ്റേൽ വരുന്ന പ്രിൻ്റാണ് കേട്ടോ. വൈറ്റേൽ ഒരു ബ്ലൂ ടോണിലുള്ളൊരു അടുത്ത് വരുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡിലൊരു അബ്സ്ട്രാക്ട് പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് ബോർഡേഴ്സ് ക്രീം ഷെയ്ഡാണ് കേട്ടോ. എല്ലാത്തിനും സെയിം പ്രൈസാണ്, 880 rupees പെർ പീസ്.
ഇത് ഓഫ് വൈറ്റ് ബേസ് ഫാബ്രിക് ഓഫ് വൈറ്റ് ആണ്. അതിലോട്ട് ലൈറ്റ് ഗ്രീൻ ഫ്ലവേഴ്സും ലീവ്സൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു ക്രിസ്മസ് തീമിൽ വന്നിരിക്കുന്നൊരു ബെഡ്ഷീറ്റാണിത്. റെയിൻഡിയറും സ്നോയുടെയും വൂൾഫിൻ്റെ ഒക്കെ ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഗ്രേ ബോർഡേഴ്സാണ്. സെയിം പില്ലോ കേസസ്, സെയിം ഡിസൈനിലുള്ള പില്ലോ കേസസ്. അടുത്ത വന്നതും ക്രിസ്മസിന് യൂസ് ചെയ്യാവുന്നൊരു ബെഡ്ഷീറ്റാണ്. ചെറി ഡിസൈൻസ് ആണ്. വൈറ്റ് ആണ് ബേസ് ഫാബ്രിക്. അടുത്ത വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ പംകിൻ ഡിസൈൻസ് ഒക്കെയാണ്. മസ്റ്റർഡ് യെല്ലോ ബോർഡർ, സൺഫ്ലവർ, അതിൻ്റെ ഇടയ്ക്ക് സൺഫ്ലവേഴ്സും പംകിൻസൊക്കെയാണ് ഡിസൈൻ പോയിരിക്കുന്നത്. അടുത്തത് വരുന്നത് ഓഫ് വൈറ്റ് ആണ്. അതിലോട്ട് എന്താ പറയുക, മസ്റ്റർഡ് യെല്ലോ ഫ്ലവേഴ്സ് ലീവ്സും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻസാണ് ഇതൊക്കെ. അടുത്ത് വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. ഡാർക്ക് ഗോൾഡ്, ലൈറ്റ് ഗോൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് വരുന്നതും വൈറ്റ് കളറാണ്. വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ, വൈറ്റ് യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ. ഗ്രേ കളർ ബോർഡേഴ്സ്. ഒരു ക്രിസ്മസ് തീമാണ് ഇതും. ഇത് ബേസ് ഫാബ്രിക് ക്രീം ഷെയ്ഡാണ് കേട്ടോ. വീഡിയോയിൽ ഇച്ചിരി ഓഫ് വൈറ്റ് ആയിട്ട് തോന്നുന്നതായിരിക്കും, ഇച്ചിരി ക്രീമിഷാണിത്. ബേർഡ്സും ചെറീസും ലീവ്സൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്ന ഡിസൈൻസ്. ഇതും ഒരു ക്രീം ഷെയ്ഡ്, ഇതിലൊരു കോറ ഫാബ്രിക്കിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് എന്ന് വേണേൽ പറയാം. അതിലോട്ടാണ് ബട്ടർഫ്ലൈ ഡിസൈൻസും ലീവ്സൊക്കെ വന്നിരിക്കുന്നത്. ബോർഡർ ഫാബ്രിക് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ. പില്ലോ കേസസ്. ഗ്രീനും ലൈറ്റ് ഗോൾഡൊക്കെ ഷെയ്ഡിലാണ് ഇത് കേട്ടോ ഇതിലുള്ള പ്രിൻറ്റ്സ് പോയേക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിഡ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, 100 into 110 inches അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കേട്ടോ. ടർക്കിഷ് ബ്ലൂ ബോർഡേഴ്സ്, ലൈറ്റ് ബ്ലൂ സെൻട്രൽ പാർട്ടിലെ ഫാബ്രിക്, അതിലോട്ട് ലൈറ്റ് പിങ്ക് ഫ്ലവേഴ്സ് ആണ് പോയിരിക്കുന്നത്. ക്യാൻവാസ് ഫാബ്രിക് ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും. പ്യുവർ കോട്ടൺ ആണ്. മെഷീൻ വാഷാണ് അഡ്വൈസ്. നമുക്ക് എന്താ പറയുക, ഹെവിയാണ്. അപ്പം മെഷീൻ വാഷ് ആയിരിക്കും പ്രിഫറബിൾ.
ഇതിൽ ത്രെഡ് ഡിസൈൻ ആണ് കേട്ടോ പോയിരിക്കുന്നത്. ത്രെഡ് ഇങ്ങനെ റൺ ആവുന്നുണ്ട്. ത്രെഡ് ഡിസൈൻസ് പാരലായിട്ട് പോകുന്നുണ്ട്. ലൈറ്റ് ഗ്രേ ബോർഡേഴ്സ് ആണ് പില്ലോ കേസസ്. അടുത്ത് വരുന്നതും കിഡ്സിൻ്റെ റൂമിന് ബെസ്റ്റ് ആയിരിക്കും. ഹെൻസിൻ്റെയും എഗ്സൊക്കെയാണ് അതിൽ വന്നിരിക്കുന്ന ഡിസൈൻസ്. ബ്ലാക്ക് ബോർഡേഴ്സാണ് വന്നിരിക്കുന്നത്. ഇത് ബേസ് ഫാബ്രിക് ഒരു ക്രീമിഷ് വേണമെങ്കിൽ, ക്രീമിഷ് ഇല്ലെങ്കിൽ ഒരു ഗ്രേ, ലൈറ്റ് ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത വരുന്നത് ഒരു വൈറ്റിൽ കിച്ചൺ ആക്സസറീസ് ആണ് വന്നിരിക്കുന്നത്. കിച്ചൺ ടൂൾസ് ആണ് എല്ലാം. ബേക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്സസറീസും വന്നിട്ടുണ്ട്. ഡാർക്ക് ഗ്രേ ബോർഡറാണ് 2 പില്ലോ കേസസ്. അടുത്തതും കിഡ്സിന് പറ്റിയൊരു ഇതാണ്. കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്. എൽസയുടെയും കൊച്ചുകുട്ടികളുള്ള എന്താ പറയുക, കാർട്ടൂൺ കാണുന്ന പിള്ളേർക്കുള്ളത് കൊടുക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും അവർക്ക്. അടുത്ത വരുന്നൊരു സ്റ്റാൻഡേർഡ് കളർ ആണ്. നമുക്ക് ഒരു ക്രീം ഷെയ്ഡാണ് കേട്ടോ ഇത് ബേസ് ഫാബ്രിക് പോയേക്കുന്നത്. അതിലോട്ട് ലൈറ്റ് ബ്ലൂ, പിസ്ത ഗ്രീൻ എന്ന് പറയാം, വിത്ത് ലൈറ്റ് ഗോൾഡ് കളറും ചെക്സ് ആണ്. ബോർഡറും ലൈറ്റ് ഗോൾഡ് എന്ന് വേണേൽ പറയാം. അടുത്തത് വരുന്നത് ക്രീം ഷെയ്ഡിലുള്ള ബേസ് ഫാബ്രിക് ആണ്. അതിലോട്ടാണ് ഒരു പെയിൻറ്റിങ്ങിൻ്റെ പോലെയാണ് പോയിരിക്കുന്ന ഡിസൈൻസ്. ഫ്ലവേഴ്സും ബെറീസും ഒക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ലൈറ്റ് യെല്ലോ ബോർഡറാണ് വന്നിരിക്കുന്നത്. 2 പില്ലോ കേസസ് ഉണ്ട്. അടുത്തൊരു ഓഫ് വൈറ്റ് ഫാബ്രിക് ആണ്. അതിലോട്ട് ലെമൻ്റെ ഡിസൈൻസ് ആണ്, ലെമൺസ് പോയിരിക്കുന്നത്. ഫുൾ സെൻട്രൽ പാർട്ടിൽ ഈ ലെമൻ്റെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ബോർഡർ ഒരു ടർക്കിഷ് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത്. ലെമൻ്റെ ലീവ്സിൻ്റെ ഡിസൈനുമായിട്ട് കമ്പൈൻ ചെയ്താണ് അത് ടർക്കിഷ് ഗ്രീൻ വന്നിരിക്കുന്നത്. അടുത്ത് വരുന്നതൊരു ഗ്രേ ബോർഡറാണ് വന്നിരിക്കുന്നത്. ഒരു കണ്ടംപററി ഡിസൈനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പില്ലോ കേസ്. ആർട്ടിസ്റ്റിക് ഫോം എന്നൊക്കെ പറയാം. അടുത്ത വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഫാബ്രിക്കിൽ ഒരു വൈബ്രൻറ്റ് ഗ്രീൻ കളറാണ് അതിന് ബോർഡർ കൊടുത്തിരിക്കുന്നത്. ഇച്ചിരി കളർഫുള്ളാണ്. ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിലുള്ള ഡെയ്സി ഫ്ലവേഴ്സ്, സൺഫ്ലവർ അല്ല, ഡെയ്സി ഫ്ലവേഴ്സ് എന്നാണേ പറയാം. അതിൻ്റെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. 2 പില്ലോ കേസസ്. അടുത്ത വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റിൽ ഒരു ബ്രൗണിഷ് ഡിസൈൻസ് ആണ്. ബ്രൗണിഷ്, ഓറഞ്ചിഷ് ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ബോർഡർ ബ്രൗൺ ആണ് കൊടുത്തിരിക്കുന്നത്.
2 പില്ലോ കേസസ്. ഇതൊരു കോറ കളറിൽ ഉള്ളൊരു ഫാബ്രിക്കാണ്. ഒരു ബ്ലാക്ക് ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സെൻട്രൽ പാർട്ടിൽ മാത്രമാണ് കേട്ടോ ഡിസൈൻ ഉള്ളത്. ഇങ്ങനെ ഉള്ള ഡിസൈൻ, ഇത് സെൻട്രലിൽ മാത്രമായിട്ടാണ് ഡിസൈൻ പോകുന്നത്. ബാക്കി ഏരിയ പ്ലെയിൻ ആണ്. തിരിച്ചായിരിക്കും പിടിക്കേണ്ടത്. ഒരു പൈൻ ട്രീസിൻ്റെ, കോണിഫറസ് ട്രീസിൽ പൈൻ ട്രീസിൻ്റെ ഒരു ഡിസൈൻസ് ആണ് പോയിരിക്കുന്നത്. 2 പില്ലോ കേസസിന് പ്രിൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ. സെയിം. അടുത്ത് വരുന്നൊരു ബണ്ണി പ്രിൻ്റ് വരുന്നതാണ്. ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ. ബേബി പിങ്ക് എന്നൊക്കെ പറയില്ല, അത്രയും ലൈറ്റാണ് ഷെയ്ഡ്. അതിനോട്ട് ബിസ്ക്കറ്റ് ഷെയ്ഡിലുള്ള ബോർഡേഴ്സാണ് വന്നിരിക്കുന്നത്. റൈറ്റിങ്സും ഉണ്ട്, പ്ലസ് വൈറ്റ് കളർ ബണ്ണീസാണ്. ഇതും പറഞ്ഞ പോലെ ചിൽഡ്രൻസ് റൂമിന് ആപ്റ്റായിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ്, കിഡ്സിന് വേണ്ടി. 2 പില്ലോ കേസസ്. ഡസ്റ്റി പിങ്ക് എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ബേബി പിങ്കിനാണേലും അത്രയും കളറ് അത്രയ്ക്കില്ല, പക്ഷെ ഒരു ഡസ്റ്റിയാണ്, മൈൽഡ് ഡസ്റ്റി പിങ്ക് എന്ന് വേണേൽ പറയാം. അടുത്ത വരുന്നതൊരു ഡസ്റ്റി ഗ്രേ എന്ന് വേണേൽ പറയാം. പപ്പീസിൻ്റെ ഡിസൈനാണ് ഉള്ളത്, വിത്ത് റൈറ്റിങ്സ് ആണ്. കിഡ്സിൻ്റെ റൂമിന് വേണ്ടിയാണെന്ന്. കിഡ്സിന് യൂസ് ചെയ്യാം, ഇവൻ എന്താ പറയുക, അഡൾട്ട്സിൻ്റെ റൂമിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. പില്ലോ കേസസ്. ഇച്ചിരി തിക്നെസ് ഉള്ളൊരു ക്യാൻവാസ് ഫാബ്രിക്കാണ്. ഇപ്പോൾ സാധാരണ കണ്ടതിനേക്കാൾ ഇച്ചിരി ഒരു തിക്നെസ് ഉണ്ട് ഈ ക്യാൻവാസ് ഫാബ്രിക്കിന്. ഒരു ലൈറ്റ് ഗ്രീൻ ബോർഡേഴ്സും എന്താ പറയുക, ലീവ്സും ചെറിയൊരു യെല്ലോ കളറിലുള്ള, മസ്റ്റർഡ് യെല്ലോ കളറിലുള്ള ഫ്രൂട്ട്സൊക്കെ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. എല്ലാം പ്യുവർ കോട്ടൺ തന്നെയാണ് ഫാബ്രിക്സ്. ഇത് എന്താ പറയുക, ഇത് ഡക്ക് ഫാബ്രിക് അല്ല, ഇച്ചിരി ഒരു പോപ്ലിൻ കോട്ടൻ്റെ ഒരു ടൈപ്പുള്ളൊരു ഫാബ്രിക്കാണ്. അതിൻ്റെ അത്ര ഹെവി അല്ല, മറ്റേ ബാക്കി ഡക്ക് ഫാബ്രിക്കിൻ്റെ അത്രയും ഹെവി അല്ല ഈ ഫാബ്രിക്ക്. ഇച്ചിരി ലൈറ്റ് വെയ്റ്റ് ആണ്. നോർമൽ ബെഡ്ഷീറ്റ്സ് കാണില്ല, ആ ഒരു രീതിയിലുള്ളൊരു ഫാബ്രിക് തന്നെയാണ്. നല്ലൊരു കളർ കോമ്പിനേഷനുള്ളതാണ്, ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ. അടുത്ത വരുന്നതും നല്ലൊരു കളർ കോമ്പിനേഷനുള്ളതാണ്. ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബിസ്ക്കറ്റ് ഗ്രേ കളർ കോമ്പിനേഷനിലാണിത് വന്നിരിക്കുന്നത്. ബോർഡേഴ്സാണ് ബിസ്ക്കറ്റ് ഗ്രേയിൽ വന്നിരിക്കുന്നത്. ഇത് ഈവൻ ബോഡിയിൽ ആണെങ്കിൽ നോക്കുകയാണെങ്കിലും ബോഡി പോർഷനിൽ സ്റ്റാർ ഫിഷും ഷെൽസിൻ്റെ ഒക്കെ ഡിസൈൻസാണ് വന്നിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഉള്ളത്. അടുത്തൊരു ലൈറ്റ് പിങ്ക് പീച്ച് ബോർഡർ എന്ന് പറയാം. പീച്ച് ബോർഡർ ബേസ് ഫാബ്രിക്കിനാണേലും ഒരു പീച്ച് സ്റ്റോൺ ഉണ്ട്. അതിലോട്ട് പീച്ച് കളർ, ഡാർക്ക് പീച്ച് ടു പിങ്ക് കളർ, ഡാർക്ക് പീച്ച് എന്ന് പറയാം, പീച്ച് കളർ ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഈ കിങ് സൈസ് ബെഡ്ഷീറ്റിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് വന്നിട്ട് 880 ആണ്. വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കാത്ത ഫാബ്രിക്സിൻ്റെ പ്രൈസ് 130 per meter ആണ്. അപ്പം കാത്ത ഫാബ്രിക്സ് ആയിട്ട് മേടിക്കുന്നവർ 750 എബോവ് മേടിക്കുകയാണെങ്കിൽ അതിനും ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈരാറ്റുപേട്ടയിലാണ്. അപ്പോൾ ഓഫ്ലൈൻ പർച്ചേസിന് വേണ്ടി നമുക്ക് അവിടേക്ക് വരാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഫാബ്രിക്സിൻ്റെ ഒക്കെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു വിത്ത് അനദർ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.